സുപ്രഭാതം. 2025-26 അധ്യയന വർഷത്തിലെ ആദ്യ പാദവാർഷിക പരീക്ഷ ആരംഭിക്കുകയായി. ഒരുപാട് പ്രത്യേകതകളുള്ള പരീക്ഷയാണ് ഇത്തവണ. പരീക്ഷയുടെ ഘടനയിലും മൂല്യനിർണ്ണയത്തിലും സർവോപരി പാഠപുസ്തകത്തിലും ഒക്കെ മാറ്റം വന്നിട്ടുള്ള പരീക്ഷയാണ്. ഈ പരീക്ഷയുടെ പേരിൽ തന്നെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. പരീക്ഷയ്ക്ക് ഇനി മുതൽ ആത്യന്തിക മൂല്യനിർണ്ണയം എന്നാണ് അറിയപ്പെടുക. ആത്യന്തിക മൂല്യനിർണ്ണയ ഏകം. പാദവാർഷിക പരീക്ഷയ്ക്ക് അങ്ങനെയായിരിക്കും. അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ഒന്നിന്റെ സ്ഥാനത്ത് 2 ആയിരിക്കും എന്ന് കരുതുന്നു. ഇതിലുള്ള സാധാരണ പരീക്ഷയുടെ പോലെ തന്നെ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം. ഉത്തരം സംസ്കൃതത്തിൽ തന്നെ എഴുതണം. മൂന്നാമത്തെ പ്രധാന നിർദ്ദേശം 6 പ്രവർത്തനങ്ങൾ ചെയ്യണം. മുൻപാണെങ്കിൽ നമുക്ക് 6 പ്രവർത്തനം തന്നിട്ട് 5 എഴുതിയാൽ മതി, അങ്ങനെയായിരുന്നു അല്ലേ? ഇപ്പൊ അങ്ങനെയല്ല, 6 പ്രവർത്തനം തന്നെ ചെയ്യണം. പക്ഷെ അതിൽ ചെറിയ വ്യത്യാസമുണ്ട്. അത് നമുക്ക് പ്രവർത്തനങ്ങൾ പരിചയപ്പെടുമ്പോൾ മനസ്സിലാവും. ഒന്നാമത്തെ പ്രവർത്തനം ഇവിടെ ക എന്ന് കൊടുത്തിട്ടുണ്ട്. കായും ഖായും 2 പ്രവർത്തനമുണ്ട് ഒന്നാമത്തേതിൽ. പ്രവർത്തനം ഏകം. അധോദത്തയോഹോ കവിതാംശയോഹോ ജീവനെ നീതിബോധഃ ആവശ്യകഃ ഇതി ആശയയുക്താഃ പങ്ക്തി ചിത്വാ ലിഖതു. ജീവനെ നീതിബോധഃ ആവശ്യകഃ എന്നർത്ഥം വരുന്ന പങ്ക്തി ഇതിലേതാണ്? ഇതാണ്. മിത്രഭാവനയാസ്തു സതതമത്ര മിത്രക ജീവനം ശത്രുതാകണികാപി മാസ്തു ദൃഢാസ്തു സംഹതി ഭാവന എന്ന ശ്ലോകമാണോ? ശാന്തിരസ്തു സദാസ്തു സുഹൃദോ നീതിബോധോ ജീവനെ സത്യധർമ്മ സമത്വസഹിത സന്തു സഹജ സർവദ. ഇതിലേതാണ് ജീവനെ നീതിബോധ ആവശ്യക എന്നർത്ഥം വരുന്നത്? ശ്ലോകം ഇതാണ് അല്ലേ? രണ്ടാമത്തെ ശ്ലോകമാണ് അല്ലേ? അപ്പോ നീതിബോധം എന്നുള്ള വാക്ക് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അർത്ഥം നന്നായിട്ട് പഠിച്ച ആൾക്കാർക്ക് ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലാക്കി എഴുതാൻ സാധിക്കും. അല്ലാതെ കുറച്ചൊക്കെ അറിയുള്ളൂ, അത്യാവശ്യം വായിക്കാൻ അറിയാം, പക്ഷെ പൂർണ്ണമായിട്ട് അർത്ഥം അറിയില്ല എന്നുള്ളവർക്ക് ഉള്ള ഒരു എളുപ്പപ്പണിയായിട്ടാണ് മാഷ് പറഞ്ഞത്. നീതിബോധ എന്ന വാക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിലുള്ള വാക്കുകൾ വരുന്ന ശ്ലോകം ഏതാണെന്ന് കണ്ടെത്തിയാലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ നന്നായിട്ട് പഠിക്കാൻ സാധിക്കുന്നവർക്ക് അർത്ഥം വായിച്ച് മനസ്സിലാക്കിയിട്ടും, അല്ലാത്തവർക്ക് ഇങ്ങനെയും പരീക്ഷയിൽ എഴുതാൻ സാധിക്കും. രണ്ടാമത്തത് വിശ്വം ജേതും കെ ഗുണാഹ അപേക്ഷിതാഹ. ഇത് പുതിയ മാതൃകയുടെ ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. വിശ്വം ജേതും കെ ഗുണാഹ അപേക്ഷിതാഹ. ലോകം ജയിക്കുന്നതിന് വേണ്ടി ഏതൊക്കെ ഗുണങ്ങളാണ് ആവശ്യമുള്ളത്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഒന്നാമത്തെ പാഠത്തിൽ. ഏതൊക്കെയാണ്? ശാന്തി, നീതിബോധ, ശത്രുത, സത്യം. 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഗുണങ്ങളോ അവഗുണങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ഏതൊക്കെ ഗുണങ്ങളാണ് വേണ്ടത്? ശാന്തി വേണം, നീതിബോധം വേണം, സത്യം വേണം അല്ലെ? നമുക്കറിയാം. ശത്രുത ആവശ്യമില്ല. അപ്പോ നോക്കിതില് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എ എന്ന ഓപ്ഷനിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ആണ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി പറയുന്നു രണ്ടാമത്തതും നാലാമത്തതുമാണ് എന്ന് പറയുന്നു. ഓപ്ഷൻ സി പറയുന്നു ഒന്നാമത്തേതും മൂന്നാമത്തേതും ആണ് വേണ്ടത്. കാരണം കെ ഗുണം എന്നല്ല ചോദിച്ചിരിക്കും. ഓപ്ഷൻ ഡി പറയുന്നു 1ഉം 2ഉം 4ഉം ആണെന്ന് പറയും. അപ്പോ 1, 2, 4 ഈ 3 ശരിയില്ലേ? അപ്പൊ നമ്മൾ അത് സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഓപ്ഷനിൽ ഡി എന്നുള്ളത് മാത്രം എഴുതിയാലും ശരിയാണ്, അല്ലെങ്കിൽ ഡി എന്ന് എഴുതി ഇത് പൂർണ്ണമായിട്ട് എഴുതിയാലും ഉത്തരം. അപ്പോൾ 2 രീതിയും എഴുതാം. അടുത്തത് പ്രവർത്തനം 2. ഇതിലും കായും ഖായും ഉണ്ട്. ചിത്താനുസാരം പാദടിപ്പണി ചിത്വ ലിഖതു. ചിത്രം നോക്കിയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന പാദടിപ്പണിയിലേക്ക് കൊടുക്കാനുള്ള അടിക്കുറിപ്പ് നൽകാനുള്ള വാക്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാക്യങ്ങൾ മാഷ് വായിക്കാം. ഗതാഗത നിയമാഹ പാലനീയാഹ. ഗതാഗത നിയമങ്ങൾ പാലിക്കണം. അപ്പോൾ കണ്ടു, ഗതാഗത നിയമം നമുക്കറിയാം. അപ്പൊ മൂന്നാമത്തെ അവിടെ അത് എഴുതുക. മാലിന്യ സംസ്കരണം അസ്മാകം കർത്തവ്യ. മാലിന്യം സംസ്കരിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. അത് ഈ ഒന്നാമത്തെ ചിത്രത്തിന് യോജിച്ച വാക്കാണ്. അപ്പൊ അതവിടെ എഴുതുക. അപരിചിതേ ജലാശയെ സ്നാനം ന കുര്യാത്. അപരിചിതമായിട്ട് പരിചയമില്ലാത്ത ജലാശയത്തിൽ ഇറങ്ങരുത്. അപ്പോൾ
അത് ഇവിടെ കൊടുക്കുക. എത്ര വിശ്വം ഭവത്യേക നീടം. അപ്പോൾ അത് നാലാമത്തെ ചിത്രം. അപ്പോൾ നാലെണ്ണത്തിനും കൃത്യമായിട്ട് അടിക്കുറിപ്പ് മുകളിൽ നിന്ന് വാക്യം എടുത്തെഴുതാനായതുകൊണ്ട് അക്ഷരത്തെറ്റില്ലാതെ തന്നെ എഴുതാൻ ശ്രദ്ധിക്കണം. സ്വന്തമായിട്ട് എഴുതുന്നതും എടുത്തെഴുതുന്നതും വ്യത്യാസം ഉണ്ടല്ലോ, അപ്പൊ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് അധോദത്തേഷു അനുചിതം ഗണം കിം. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അനുചിതം ഗണം ഏതാണ്? അനുചിതം ഗണം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഉചിതമല്ലാത്ത കൂട്ടം ഇതിലേതാണ്? ക്ഷമ, പരദൂഷണം, ധീരത, സത്യസന്ധത. ക്ഷമ, ഉത്സാഹം, ധീരത, ധർമ്മം. സഹിഷ്ണുത, നീതി, കാരുണ്യം, കോപം. ധീരത, സത്യസന്ധത, ധർമ്മ, സ്നേഹ. അതായത് ഓപ്ഷൻ 4 നോക്കൂ. ധീരത, സത്യസന്ധത, ധർമ്മം, സ്നേഹം ഒക്കെ ഗുണങ്ങളാണ് അല്ലെ. സഹിഷ്ണുത, നീതി, കാരുണ്യം, കോപം. ക്ഷമ, ഉത്സാഹം, ധീരത, ധർമ്മം ഒക്കെ നല്ല കാര്യങ്ങളാണ്. ഇവിടെ ക്ഷമ, പരദൂഷണം, ധീരത, സത്യസന്ധത. അപ്പൊ ഇതില് ഇതില് രണ്ട് കാര്യങ്ങൾ. അതായത് ഒന്നാമത്തേല് പരദൂഷണം എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട്. അത് ഒരു അവഗുണമാണ് അല്ലെ. പിന്നെ ഇതില് മൂന്നാമത്തേല് കോപം എന്ന് പറഞ്ഞ അവഗുണം വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഗുണങ്ങളാണ് അല്ലെ. അപ്പോ 1ഉം 3ഉം ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഒന്നാമത്തേതും രണ്ടാമത്തേതുമാണ് ഒരു യോജിപ്പില്ലാത്ത കൂട്ടം അല്ലെ. അനുചിതമായിട്ടുള്ള കൂട്ടം. ഇതിൽ കോപം എന്ന് പറയുന്ന ഒരു അവഗുണം കൂടി ഈ ഗുണങ്ങളുടെ കൂടെ കയറിയിട്ടുണ്ട്. ഇതില് ക്ഷമ തുടങ്ങിയ ഈ ഗുണങ്ങളുടെ കൂടെ പരദൂഷണം എന്ന് പറഞ്ഞൊരു അവഗുണം കൂടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഉത്തരം 1, 3 മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. പ്രവർത്തനം 3 അതിൽ എ എന്നും ബി എന്നും രണ്ട് ചോദ്യമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയോ. എ എന്നോ ബി എന്നോ എഴുതിയാൽ മതിയോ നോക്കാം. പുരാ വൃത്രവധേ വൃത്തേ സചാഹം ജയൈഷിഷൗ ആദിത്യമുപയാതൗ സ്വോ ജ്വലന്തം രശ്മിമാലിനം. ഇങ്ങനെ ശ്ലോകം കൊടുത്തിട്ടുണ്ട്. ഈ ശ്ലോകത്തിന് അധോദത്ത ശ്ലോകസ്യ ഗദ്യക്രമം ലിഖതു. ഗദ്യക്രമം അഥവാ അന്വയം അല്ലെങ്കിൽ ഗദ്യക്രമം എഴുതുക. അതിന് വാക്യങ്ങൾ ഇവിടെ കൊടുത്ത് ആദിത്യം എന്ന് കൊടുത്തിട്ടുണ്ട്. ജയൈഷിണൗ രശ്മിമാലിനം. പുരാവൃത്രവധേ വൃത്തേ ഇപ്പൊ ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. എന്താണ് വൃത്രവധത്തിന് ശേഷം എന്താണ്? ജയൈഷിണവും സഹ അഹം ച രശ്മിമാലിനം ജ്വലന്തം ആദിത്യം ഉപയാതു സ്വഹ എന്ന് എഴുതാം. ഇതിൽ ബ്രാക്കറ്റിൽ കൊടുത്ത വാക്യങ്ങൾ യഥോചിതം യോജിപ്പിച്ചുകൊണ്ട് അന്വയം പൂർത്തിയാക്കുക. ശ്ലോകാത് രണ്ടാമത്തെ പ്രവർത്തനം. ശ്ലോകാത് സൂര്യ ഇത്യസ്യ സമാനാർത്ഥകം പദം ചിത്വാ ലിഖതു. സൂര്യൻ എന്നർത്ഥം വരുന്ന വാക്ക് കണ്ടെത്തി എഴുതുക. ഈ ശ്ലോകത്തില് സൂര്യൻ എന്നർത്ഥം വരുന്ന വാക്ക് ഏതാണോ ആ വാക്ക് കണ്ടെത്തി പറയുക, എഴുതുക. അപ്പൊ ഇതില് സൂര്യൻ ആദിത്യ അല്ലേ. അതാണ്. അടുത്തത് ഇതിലൊരു പ്രവർത്തനം കൂടി വരുന്നുണ്ട്. ഉചിതം ഗണം കിം. ശരിയായിട്ടുള്ള ഗണം ഏതാണ്? രാമായണം എഴുതിയത് വാൽമീകി, മഹാഭാരതം വ്യാസ, പഞ്ചതന്ത്രം സോമദേവനല്ല, വിഷ്ണു ശർമ്മയാണ് നമുക്കറിയാം അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഉചിതമായിട്ടുള്ള ഗണങ്ങൾ ഏതൊക്കെയാണ്? 1 ശരിയാണ്, 2 ശരിയാണ് അല്ലെ. അപ്പൊ ഇതിൽ ഓപ്ഷൻ എ 1 and 2, ഓപ്ഷൻ ബി 1, 2, 3 അപ്പൊ അത് തെറ്റാണ്. ഓപ്ഷൻ സി 3 അതും തെറ്റാണ്. ഓപ്ഷൻ ഡി 1, 3. അപ്പോൾ ഓപ്ഷൻ എ 1ഉം 2ഉമാണ് ശരി. ഉചിതമായിട്ടുള്ള ഗ്രൂപ്പുകൾ ഈ 2 അപ്പോൾ നിങ്ങൾക്ക് അതറിയുമെങ്കിൽ അത് എഴുതുക. അതല്ലെങ്കിൽ അധോദത്താനി പദാനി ഉപയുജ്യ കവിതാം പരിവർത്തി ലിഖതു. കവിത മാറ്റി എഴുതുക. എങ്ങനെയാണ്? ഹീനചിന്താം വർജയന്തോ ജ്ഞാനഭാനം ഉപാസ്മഹേ അജ്ഞതാന്ത്യം വാരയന്തോ യാമസന്തതം അഗ്രത എന്ന് അടിയിൽ വരയിട്ട വാക്കുകൾക്ക് പകരം വേറെ വാക്കുകൾ ഉപയോഗിക്കുക. ഹീനചിന്താം എന്നുള്ളതിന് പകരം ദുഷ്ടചിന്താം വർജയന്തോ.
ഭാനു എന്നുള്ളതിന് സൂര്യ ചേർക്കാം. സൂര്യമുപയ സൂര്യമുപാസ്മഹ എന്നാക്കാം. പിന്നെ യാമസന്തതം അഗ്രത എന്നുള്ളത് യാമസതതം അഗ്രത എന്നാക്കാം. അങ്ങനെ അടിവരയിട്ട വാക്കുകൾക്ക് പകരം ബ്രാക്കറ്റിൽ നൽകിയ വാക്കുകൾ ഉപയോഗിച്ച് ഈ പദ്യം പൂരിപ്പിക്കാം. രണ്ടാമത്തെ പ്രവർത്തനം, രമ ഉദാഹരണാനുസാരം വാക്യം പരിവർത്തിച്ചു. ഉദാഹരണത്തിനനുസരിച്ച് വാക്യം മാറ്റി എഴുതുക. രമാ പുസ്തകം പഠതി എന്ന് കൊടുക്കുക. അപ്പോൾ ഇതിനെന്ത് സംബോധന ചേർത്തിട്ട് ഹേ രമേ പുസ്തകം പഠതു എന്ന് ലോട്ടിൽ മാറ്റി എഴുതുക. അല്ലെ, അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളുണ്ട്. സംബോധന ചേർക്കുകയും ലോട്ടിലേക്ക് മാറ്റുകയും ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളൊരു പ്രവർത്തനം അല്ലേ. അപ്പോൾ അത് ശ്രദ്ധിക്കുക, അതിൻ്റെ ചിഹ്നം എഴുതുന്നതൊക്കെ ശ്രദ്ധിക്കുക. ജീവ ചിത്രം രചയതി എന്തായിരിക്കും? ഹേ ജീവേ ചിത്രം രചയതു. അങ്ങനെ പൂരിപ്പിക്കുക. അടുത്തത് പട്ടികാം പഠിത്വ ഉചിതം ഗണം ചിത്വ ലിഖതു. പട്ടിക പഠിച്ചിട്ട് ഉചിതമായിട്ട് ഗണത്തെ എടുത്തെഴുതുക. ആദിത്യ, ഉത്തരം നമുക്കറിയാം. ആദിത്യ എന്ന് പറഞ്ഞ സൂര്യനാണ് അല്ലെ. ഉത്തരം ഒന്നിന്റെ ഉത്തരം ഗ എന്നാണ്. രണ്ടാമത്തെ പക്ഷ എന്നുള്ളത് പത്രം അല്ലെ, പത്രം. മൂന്ന് സൈനിക ഭടഹ ഘ. നാല് യാനം എന്ന് പറഞ്ഞ വാഹനം. അപ്പോൾ നോക്കൂ, ഓപ്ഷനിൽ ഒന്ന് ഘ, രണ്ട് ഘ, മൂന്ന് ക, ഗ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഓരോന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഉത്തരം ഗ ആണ്. അപ്പൊ ഒന്നിന്റെ ഉത്തരം ഗ വരുന്ന ഓപ്ഷൻ നോക്കുക. രണ്ടിന്റെ ഉത്തരം ക ആണ്. മൂന്നിന്റെ ഉത്തരം ഘ ആണ്. അപ്പോ ഇതല്ല. നാലിന്റെ ഉത്തരം ഘ ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ ഡി എന്നാണ് ഉത്തരം എഴുതേണ്ടത്. ഇനി അടുത്ത അഞ്ചാമത്തെ പ്രവർത്തനത്തില് അതിലും ഓപ്ഷൻ എയും ബിയും ഉണ്ട്. അധോദത്താം ഖണ്ഡികാം പഠിത്വ സംഭാഷണം നിർമ്മാതു. ഏകദ സമ്പാദി ജഡായു ച മത്സരാർത്ഥം ആകാശമാർഗേണ ഉഡ്ഡയിതും ആരബ്ധവന്തൗ തഥാ സമ്പാദി അവദത അനുജ ജഡായോ അഹമേവ വേഗവാൻ അതഃ സ്പർദ്ധ ന കാര്യ തത് ശ്രുത്വാ ജഡായു ആത്മപ്രശംസയാ കിം പ്രയോജനം അഹമേവ വിജയീ ഭവിഷ്യാമി ഇത്യുക്ത്വാ ഉപര്യുപരി ഡയത്തെ സ്മ തദാനിം ജഡായു ജ്യേഷ്ഠ സൂര്യകിരണൗ അഹം ശ്രാന്തഃ ഇത്യവദത് തദാ സമ്പാദി മാരുദതു മമ പക്ഷൈഃ ത്വാം രക്ഷാമി ഇത്യുക്ത്വാ ജഡായും അരക്ഷയത്. ഇനി ആ പാരഗ്രാഫ് നോക്കിയിട്ട് സംഭാഷണം എഴുതുക എന്നുള്ളതാണ്. സംഭാഷണത്തിലുള്ള വാക്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. നോക്കിയിട്ട് സമ്പാദി പറഞ്ഞു അനുജ ജഡായോ അഹമേവ വേഗവാൻ, ആ വരികൾ എഴുതുക. അപ്പൊ ജഡായു എന്നാണ്. തത് ശ്രുത്വ ജഡായു എന്ത് പറഞ്ഞു? ജഡായുവിന്റെ സംഭാഷണം ഈ പാരഗ്രാഫ് നോക്കിയിട്ട് എഴുതുക. അതുകൊണ്ട് സമ്പാദി പറഞ്ഞത് അത് എഴുതുക. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഘ എന്ന് രണ്ടാമത്തെ പ്രവർത്തനം, രാമായണം അധികൃത്യ ഉചിതാഹ പ്രസ്താവന ക ഇതി ലിഖതു. സപ്തകാണ്ഡാനി സന്തി. ആദികാവ്യം ഭവതി, വ്യാസവിരചിതം ഭവതി, വാൽമീകി വിരചിതം ഭവതി. രാമായണത്തെ കുറിച്ചുള്ള 4 പ്രസ്താവനകളാണ്. സപ്തകാണ്ഡാനി സന്ധ്യ ശരിയാണ് അല്ലെ. ആദികാവ്യമാണ് രാമായണം. മൂന്നാമത്തെ വ്യാസവിരചിതം, വ്യാസൻ എഴുതിയത് രാമായണമല്ല. വാൽമീകി വിരചിതം ഭവതി. അങ്ങനെ 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും ശരിയുള്ള ഓപ്ഷൻ? സപ്തകാണ്ഡാനി 1, 2, 4. 1, 2, 4 ശരി ഉത്തരം. നിങ്ങൾ എഴുതേണ്ട ഓപ്ഷൻ 1, 2, 4. വേദവ്യാസൻ അധ്യാത്മരാമായണം എഴുതിയിട്ടുണ്ട്. പോട്ടെ, കാരണം ഇവിടെ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് എഴുതാൻ അറിയില്ലെങ്കിൽ ഓപ്ഷൻ ബി കൊടുക്കാം. അതിൽ ആദികാവ്യം ഭവതി രാമായണം, രാമായണേ സപ്തകാണ്ഡാനി സന്തി, വാൽമീകി ഭവതി ഗ്രന്ഥസ്യ അസ്യ കർത്ത, കാവ്യസ്മിൻ 24,000 ശ്ലോകാः സന്തി, അതः കാവ്യസ്യ 24,000 ഇത്യസ്തി നാമാന്തരം അസ്തി. അങ്ങനെയാണെങ്കിൽ ആദികാവ്യം എന്ന പേര് ഇത് വിഖ്യാതം ഭവതി രാമായണം. ഖണ്ഡിക എഴുതാനാണ്
രാമായണേ കതി കാണ്ഡാനി സന്ധി. രാമായണേ സപ്ത കാണ്ഡാനി സന്ധി. കാവ്യസ്യാസ്യ കർത്താ കഹ. കാവ്യസ്യ കർത്ത വാൽമീകി. കഹ എന്നുള്ള നേരത്ത് ക്വസ്റ്റ്യൻ വേർഡും അതിന്റെ വാക്കും മാറ്റിയിട്ട് അവിടെ അങ്ങനെ മാറ്റുക. കാവ്യസ്മിൻ കതി ശ്ലോകാഹ സന്ധി. കാവ്യസ്മിൻ സപ്ത ചതുർവിംശതി സഹസ്രം ശ്ലോകാഹ സന്ധി. അങ്ങനെ ഇത് നോക്കി എഴുതുക. അടുത്തത് അധോദത്തേഭ്യ ഉചിതം. ഇത് നോക്കൂ, ഒരു രസം കണ്ടു നിങ്ങൾ. തൊട്ട് മുകളിലുള്ള എ പ്രവർത്തനത്തിലുള്ള പ്രവർത്തനവും ഇതും ഏകദേശം ഒരേ കാര്യമാണ് അല്ലെ. അടുത്തത് ഘ എന്ന പ്രവർത്തനം. അധോദത്തേഷു ഉചിതം ഗണം കിം. സദാസ്തു അതിന്റെ പദച്ഛേദം ഏതാണെന്ന് നോക്കുക. തഥാപി അതിന്റെ പദച്ഛേദം. ദീപ്തോഹം ചാഹം. ഇതിന്റെ പദച്ഛേദം കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിന് നേരേക്ക് എഴുതുക. സദാസ്തു എന്നുള്ളതിന്റെ പദച്ഛേദം ഘ വരുന്നു. അപ്പോൾ ഒന്ന് ഘ വരുന്ന ഓപ്ഷൻ നോക്കുക, സി. ഓക്കെ. രണ്ട് തഥാപി ങ ആണ് അല്ലെ. അപ്പൊ അത് രണ്ട് ങ തന്നെയാണ്. മൂന്ന് ദീപ്തോഹം ഘ. അപ്പൊ അതല്ല. അപ്പൊ ഈ ഓപ്ഷൻ സി അല്ല അല്ലെ. സി അല്ല. മൂന്ന് ദീപ്തോഹം എന്ന് വരുന്നത് ഘ ആണ്. അപ്പോ ഇതാണ് അല്ലെ. നാല് ചാഹം ക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഓപ്ഷൻ ബി. അടുത്ത അഞ്ചാമത്തെ പ്രവർത്തനം. യഥോചിതം യോജയതു. യഥോചിതമായിട്ട് യോജിപ്പിക്കുക. പഠതി എന്നുള്ളതിന്റെ ഏതാണ് നോക്കിയിട്ട് അത് നേരേക്ക് എഴുതുക. വദതി എന്നുള്ളതിന്റെ പഠതി അപഠത്ത്, വദതി അവദത്, അങ്ങനെ എഴുതി. അതിലൊരു പ്രവർത്തനം കൂടിയുണ്ട്. സൂചനാനുസാരം വാക്യം രചയതു. രമാ കഥാം രചയതി. രമാ കവിതാം രചയതി. രമാ കഥാം കവിതാം ച രചയതി. അതെങ്ങനെ വ്യത്യാസം മനസ്സിലായില്ലേ? ആ പേര് മാറ്റി പിന്നെയോ അവിടെ അടുത്ത വരി ആരംഭിക്കുന്നത് ച എന്ന് ചേർത്തു അല്ലെ. അപ്പൊ അതേപോലെ തന്നെ ബാലഹ ക്ഷീരം പിബതി, ബാലഹ പായസം പിബതി. അപ്പൊ എങ്ങനെ എഴുതും? ബാലഹ ക്ഷീരം പായസം ച പിബതി. ബാലഹ ക്ഷീരം പായസം ച പിബതി, അങ്ങനെ എഴുതണം. പിന്നെ അതിലൊരു പ്രവർത്തനം കൂടി വരുന്നുണ്ട്. ഗ പ്രവർത്തനം. അധോദത്തെ വാക്യെ പഠിത്ത ഉചിതം ഗണം ചിത്വ ലിഖതു. ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു പ്രസ്താവനയും ഒരു കാരണവും നൽകി. പ്രസ്താവന എന്ന് പറഞ്ഞാൽ വനനശീകരണേന മാനവ ജീവനം ദുർഘടം ഭവതി. വനനശീകരണത്തിലൂടെ മനുഷ്യരുടെ ജീവിതം ദുർഘടമാണ്. അങ്ങനെ പറയാനുള്ള കാരണം മാനവാനാം സ്വാർത്ഥത ഏവ വനനശീകരണസ്യ മുഖ്യ കാരണം. വനനശീകരണത്തിന്റെ മുഖ്യ കാരണം എന്ന് പറയുന്നത് മനുഷ്യരുടെ സ്വാർത്ഥതയാണ്. അപ്പൊ അതില് ഓപ്ഷൻ 1 ഇതില് പ്രസ്താവന ശരിയാണ്, കാരണവും ശരിയാണ്. പക്ഷെ കാരണം എന്ന് പറയുന്നതിൽ കൃത്യമായിട്ടുള്ള വിശദീകരണമല്ല. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക. ഈ പ്രസ്താവന ശരിയാണ്, വനനശീകരണം മനുഷ്യരുടെ ജീവിതം ദുർഘടാക്കും എന്നുള്ള പ്രസ്താവന ശരിയാണ്. പക്ഷെ കാരണവും ശരിയാണ്. പക്ഷെ വിശദീകരണം ശരിയല്ല. ആദ്യത്തിൽ നല്ല വിശദീകരണം ശരിയാണെന്ന് പറഞ്ഞു, രണ്ടാമത്തെ വിശദീകരണം ശരിയല്ല എന്ന് പറയുന്നത്. മൂന്നാമത്തത് പറയാണ് പ്രസ്താവന ശരിയാണ്, കാരണം ശരിയല്ല, അസാധുവാണ്. നാലാമത്തെ പ്രസ്താവന അസാധുവാണ്, കാരണം ശരിയാണ്. അപ്പൊ ഏതായിരിക്കും? ഈ വിശദീകരണം വേണ്ടത്ര ഇല്ല എന്ന് പറയാം അല്ലേ വേണമെങ്കിൽ, അല്ലെ? പൂർണ്ണമായിട്ടും അല്ല, എന്നാൽ വിശദീകരണം ശരിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ്? രണ്ടാമത്തെ ഓപ്ഷൻ ആയിരിക്കുമല്ലോ ശരി. രണ്ടാമത്തെ ഓപ്ഷനാണ് ശരി. അപ്പൊ നിങ്ങൾ ഓപ്ഷൻ 2 ഇതാണ് എഴുതേണ്ടത്. ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യമാണ് അല്ലെ. അപ്പൊ ശ്രദ്ധിച്ച് ചെയ്യാം. പ്രവർത്തനം 6. സൂചനാഹ സ്വീകൃത്യേകാം പത്രവാർത്താം ലിഖതു.
പത്രവാർത്ത ക്കുള്ള തയ്യാറാക്കിയ സൂചന പ്രാതക്കാലെ പഞ്ചവാദനെ അപഘാത അഭവത്. ഒരു അപകടം നടന്നു. 5 മണിക്ക്, കാലത്ത് 5 മണിക്ക് ഒരു അപകടം നടന്നു. ഷഷ്ഠി ജനാഹ വാഹനെ ആസൻ. 6 ആൾക്കാര് വാഹനത്തിലുണ്ടായിരുന്നു. പ്രകൃതിക്ഷോഭ അപഘാതസ്യ കാരണം ഇത് അധികാരിണ വദന്തി. പ്രകൃതിക്ഷോഭമാണ് ഇതിന്റെ കാരണമെന്ന് അധികാരികൾ പറഞ്ഞു. സർവേ അഭിദാനം സുരക്ഷിതാഹ ഭവന്തി. എല്ലാവരും ഇപ്പോൾ സുരക്ഷിതരാണ്. ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് പത്രവാർത്തയാകുമ്പോൾ എന്തൊക്കെ വേണം? പത്രവാർത്തയ്ക്ക് ഒരു ആകർഷകമായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഹെഡിങ് വേണം. അത് സ്ഥലം ഉണ്ടാവണം, ഡേറ്റ് ഉണ്ടാവണം, ആ സംഭവത്തെക്കുറിച്ചുള്ളൊരു ചുരുങ്ങിയ വിവരങ്ങൾ ഉണ്ടാവണം. അപ്പോൾ അത് നന്നായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ പരീക്ഷാ മാതൃക. ഇതൊന്ന് പരിചയപ്പെടുക. പിന്നെ നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നോക്കുക. ആദ്യത്തെ 3 പാഠം നമ്മൾ പഠിച്ച വരെ നന്നായിട്ട് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു പരീക്ഷാ ദിനം ആശംസിക്കുന്നു.